നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടായി ഒരു റിക്വസ്റ്റ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ പിസ്സ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പിസ്സ ബേസിന് ആവശ്യമായിട്ടുള്ള ഡോ ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വരും. അതിലേക്ക് നമുക്ക് മാവ് ഇട്ടിട്ട് കുഴച്ചെടുക്കാം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അടച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവ് ഓൾ പർപ്പസ് ഫ്ലോറാണ് ഞാൻ എടുത്തത് കേട്ടോ, മൈദയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതെടുത്തൊരു 1.5 കപ്പ് മൈദ ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് 1/2 കപ്പാണ്, അതുകൊണ്ട് ഞാൻ 3 പ്രാവശ്യമായിട്ട് ഇടുന്നത് കേട്ടോ. 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തത്. ഇത് ഈസ്റ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ആ മിക്സിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇച്ചിരി ഒരു ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു പാകത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന മാവ് നന്നായിട്ട് പൊന്തി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോഫ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പിസ്സ ക്രസ്റ്റിന് നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പിസ്സയുടെ ബേസ്, പിസ്സ ക്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ചപ്പാത്തി മാവിനേക്കാളും ഒരു അല്പം കൂടെ ലൂസായിട്ടുള്ള പാകത്തിന് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇച്ചിരി ഒലിവ് ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് അടച്ചിട്ട് ചെറിയ ചൂടുള്ള സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചത്, 1 പച്ചമുളകൊന്ന് ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് നല്ലതുപോലെ ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടിയതിന് ശേഷം ഒരു പാനിലേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഞാൻ എൻ്റെ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, കാരണം ബോൺലെസ് ചിക്കൻ അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വരും. ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. കണ്ടോ, അന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടോ. ഈ വെള്ളത്തിൽ വെച്ച് തന്നെ ചിക്കൻ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. ഒന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ചിക്കനിലെ വെള്ളം എല്ലാം വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ ഒരു ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കണ്ടോ, ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി ഇച്ചിരി ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ ചിക്കൻ്റെ പുറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരും. അതിൻ്റെ ഇൻസൈഡൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന പിസ്സയുടെ ഇരിക്കുന്ന ചിക്കൻ ഉണ്ടാവില്ലേ, നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ, ആ ഒരു പാകം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി എടുത്തത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ ചിക്കനും നമ്മൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പിസ്സ സോസിന് വേണ്ടിയിട്ട് നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയെടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലൊരു ഫോർക്കിലേക്ക് ഒന്ന് കോർത്ത് വെച്ചിട്ട് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ഓവനിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കി വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്കിൻ കളഞ്ഞെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ സ്കിൻ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും. എങ്ങനെ ആയാലും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ 4 തക്കാളി ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഓയിലൊന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഒരു വൈറ്റ് പോർഷനാണ് കേട്ടോ. പിന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്, ഫൈനായിട്ട് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്ക് സവാള നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരും കേട്ടോ. നന്നായിട്ട് നല്ലൊരു ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ ഇത് സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. ദേ ഈ ഒരു പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ടൊമാറ്റോയിലെ തക്കാളിയുടെ ആ ഒരു പ്യൂരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തക്കാളി അടിച്ചെടുക്കാൻ കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. തക്കാളി നല്ലതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയും കൂടെ ഈ സോസിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് കുറുകി വരണം കേട്ടോ. ഈ സോസ് നല്ല തിക്കായിട്ട് വരണം. നല്ല പാകമായിട്ട് വന്നെങ്കിലേ ആ പിസയിൽ വെച്ചിട്ട് നമുക്ക് എടുക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ നമ്മുടെ സോസിന്. ഇതിലേക്ക് ഒറിഗാനോ ചേർക്കണം. 1 ടീസ്പൂൺ ഒറിഗാനോ കയ്യിലിട്ട് തിരുമ്മി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇറ്റാലിയൻ സീസണിങ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. തൈം, ബേസിൽസ്, അങ്ങനെയുള്ള റോസ്മേരി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളതനുസരിച്ച് ഏത് പിസയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൻ്റെ ഫ്ലേവറിനനുസരിച്ച് സീസണിങ്സ് ചേർക്കാം. ഞാനിപ്പോൾ ഒറിഗാനോ മാത്രമേ ചേർത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ ചീസ് കൂടി ഇതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ചിട്ട് സോസ് അവിടെ ഇരുന്ന് റെഡിയായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ല തിക്കായി വരും. ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ, ഡബിളായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇതുപോലെ നന്നായിട്ട് പൊന്തി വരണം കേട്ടോ മാവെങ്കിലേ നമ്മുടെ ആ ഒരു പിസയ്ക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ക്രസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറയുന്നത്. നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ 2 പിസ്സ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം നമുക്ക് അടുപ്പിൽ പാനിലും ഉണ്ടാക്കാം, ഒരെണ്ണം ഞാൻ ഓവനിലേക്കും വെക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ നമുക്ക് പാനിൽ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരു പാനിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഈ മാവ് എടുത്ത് അതിലേക്ക് വെക്കാൻ. എന്നിട്ട് അത് പരത്തിയതിന് ശേഷം മാവിൻ്റെ പുറത്തും ബട്ടറോ ഓയിലോ, ഞാൻ ഒലിവ് ഓയിലാണ് പുരട്ടിയത്, ബട്ടറോ ഒലിവ് ഓയിലോ ഒന്ന് പുരട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ബേസ് ഉണ്ടല്ലോ, പിസ്സയുടെ ബേസ് നല്ല ക്രഞ്ചി ആയിട്ട് വരത്തുള്ളൂ കേട്ടോ, നല്ല മൊരിഞ്ഞ് വരത്തുള്ളൂ. ഇതിലേക്ക് നമ്മുടെ ആ സോസ് നല്ല തിക്കായിട്ടുള്ള സോസ് പുരട്ടി അതിൻ്റെ പുറത്തേക്ക് ചീസ് ഇട്ടു, മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് വെജിറ്റബിൾസ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് ചീസും കൂടെ ഒന്നിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഓർഗാനോയിലെ ഇച്ചിരി ഓർഗാനോ കൂടി ഒന്നിട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ടൊരു തവ ഈ സമയത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ. നല്ല അടി കട്ടിയുള്ള നല്ലൊരു തവ അടുപ്പിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് വച്ചിട്ടാണ്, ഈ ചൂടുള്ള തവ എടുത്ത് വെച്ചാണ് ഞാനിത് അടച്ചു വെച്ചത് കേട്ടോ. കണ്ടോ, ആ ചൂടുള്ള തവ വെച്ച് അടയ്ക്കുമ്പോൾ ഇതിൻ്റെ പുറം നന്നായിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇനി പൊന്തി വരും. ആദ്യത്തെ 2 മിനിറ്റ് നല്ല തീ കൂട്ടി വയ്ക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിസ്സ നല്ല സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പിസ്സയും ഇതുപോലെ തന്നെ തയ്യാറാക്കി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് ഒരു 15 മിനിറ്റ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.